അതിരപ്പള്ളി വനത്തിൽ നിന്ന് വന്യജീവികളെ പിടികൂടിയ കുറ്റത്തിന് പിടിയിലായ ജപ്പാൻ പൗരന്മാരെ കോടതി ശിക്ഷിച്ചു. 1 വർഷം തടവും 45,000 രൂപ പിഴയുമാണ് ശിക്ഷ. കാലടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിദേശ പൗരന്മാർക്ക് ശിക്ഷ വിധിച്ചത്. 3 മാസം മുൻപാണ് അപൂർവ ഇനം വന്യജീവികളെ പിടികൂടി വിദേശത്തെ കടത്താൻ ശ്രമിച്ച കുറ്റത്തിന് ജപ്പാൻ സ്വദേശികൾ പിടിയിലായത്. മുരായി യോങ്കയും ഷിബി ഓട്ടോവയുമാണ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. 3 മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ വന്യജീവികളെക്കുറിച്ച് പഠിക്കാനാണെന്ന വ്യാജേന ആതിരപ്പള്ളി വനത്തിൽ കടന്ന ഇരുവരും അണലി, കടുവച്ചിലന്തി, പല്ലി, ഓന്ത്, തേൾ, ആമ എന്നിങ്ങനെയുള്ള വന്യജീവികളെ പിടികൂടുകയായിരുന്നു. പിന്നീട് വന്യജീവികളെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാക്കി വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. ഈ കേസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം 5 കൊല്ലം വരെ തടവ് കിട്ടാവുന്ന ഒഫൻസാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരുടെ പ്രായവും കാര്യങ്ങളും ഒക്കെ പരിഗണിച്ച് കോടതി ഇവർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 1 വർഷം വീതം ഉള്ള തടവാണ് കൊടുത്തിരിക്കുന്നത്. 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇരുവരും ചെയ്തതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ പ്രതികളുടെ പ്രായം കണക്കിലെടുത്താണ് ശിക്ഷയിൽ ഇളവ് വരുത്തിയതെന്ന് കോടതി പറഞ്ഞു. ശിക്ഷാ കാലാവധിയിൽ 3 മാസം വിചാരണ തടവ് അനുഭവിച്ചതുകൊണ്ട് ബാക്കി കാലാവധി മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കി. റിപ്പോർട്ടർ, കൊച്ചി.